Sir, welcome to the show. Morning, Anand. Morning, viewers. Good morning, sir. സർ നമ്മൾ യു എസ് വിപണി നോക്കുകയാണെങ്കിൽ യു എസ് വിപണി ഇന്നലെ അറൗണ്ട് ഒരു 0.29% ഒരു ന്യൂട്രൽ സ്റ്റാൻസിലാണ് യു എസ് വിപണി ട്രേഡ് ചെയ്യുന്നത്. S&P 500 ആണെങ്കിലും നാസ്ഡാക്ക് ആണെങ്കിൽ S&P 500 ആണെങ്കിൽ അറൗണ്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. S&P 500 അറൗണ്ട് 0.24%. ആൻഡ് നാസ്ഡാക്ക് ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 0.97%. ഒരു അത്യാവശ്യം ഒരു നല്ലൊരു മുന്നേറ്റം നമുക്ക് നാസ്ഡാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ യു എസ് വിപണിയെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു വ്യൂ എന്താണ് യു എസ് വിപണിയിൽ? ആനന്ദ്, അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഒക്കെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എനിക്ക് തോന്നുന്നില്ല 44,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയതിനെ തുടർന്ന് തന്നെ നമ്മൾ ഈ ഒരു കറക്ഷൻ നമുക്കൊരു ബൈയിങ് അവസരമായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഓൺ ദ കോൺട്രറി ഇന്നലെ മെഞ്ഞാന്നും നമുക്ക് പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് നാസ്ഡാക്ക് 100 ഇൻഡെക്സിന്റെ കേസിൽ 24,400 പോയിന്റ് ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ സ്പെസിഫിക് സ്റ്റോക്സിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഇന്നലെ ടെസ്ലയുടെ കേസിൽ ഇന്നലെ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. എൻവിയുടെ കേസിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ക്ലോസിംഗ്. ബട്ട് എൻവിയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്യുന്നുണ്ട്. $143 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ്. ഇന്നലെ അതിശക്തമായിട്ട് ഒരു ക്ലോസിംഗ് നൽകിയത് ഇറ്റ് വാസ് ആക്ച്വലി മെറ്റയുടെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വളരെ സ്ട്രോങ് ഒരു ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് മെറ്റ ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നമുക്ക് നൽകിയത്. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ആപ്പിളും ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈലായിരുന്നു ക്ലോസ് ചെയ്തത്. യെസ് സർ. നമ്മൾ ബ്രെന്റ് ക്രൂഡിലേക്ക് WTI ക്രൂഡിലേക്ക് വരുമ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് $73.67 നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറൗണ്ട് 0.07% ഒരു മുന്നേറ്റം നമുക്ക് ബ്രെന്റ് ക്രൂഡിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ ബ്രെന്റ് ക്രൂഡിൽ നമ്മൾ ഇനി നോക്കിക്കാണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ആനന്ദ്, ക്രൂഡിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മളിപ്പോൾ സ്പെസിഫിക്കലി WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും WTI ക്രൂഡിന്റെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് $73 കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് $67 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. നമ്മൾ അതുപോലെ തന്നെ ഗോൾഡിലേക്ക് കിടക്കുമ്പോൾ ഗോൾഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം സൈഡ് വേസ് ആൻഡ് ഒരു വോളട്ടൈൽ മാർക്കറ്റാണ് നിലവിൽ നമുക്ക് ഗോൾഡിൽ കാണാൻ കഴിയുന്നത്. ഇപ്പം നിലവിൽ ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് $2,647 ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അറൗണ്ട് ഒരു $3.68 ഒരു ചെറിയ മുന്നേറ്റത്തോടു കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇനി ഗോൾഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ പാറ്റേണിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം വീക്കായിട്ട് തന്നെ തുടരുന്നുണ്ട്. സ്വർണത്തിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ $2,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് ഓൾറെഡി കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,620 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സർ. പിന്നെ കുറച്ച് സ്റ്റോക്സ് ഇൻ ഫോക്കസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സ്റ്റോക്സ് ഇൻ ന്യൂസ് ആയിട്ട് വരുന്ന സ്റ്റോക്കുകളാണ് ട്രിവേണി ടർബൈൻ. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് $739 ട്രിവേണി ടർബൈൻ ട്രേഡ് ചെയ്യുന്നത്. അറൗണ്ട് ഒരു വീക്ക്ലി റിട്ടേണിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ വീക്ക്ലി റിട്ടേൺ അറൗണ്ട് 3.20%. ഒരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് നമുക്ക് ട്രിവേണി ടർബൈൻ തന്നിട്ടുള്ളത്. ആൻഡ് ബട്ട് മന്ത്ലി റിട്ടേൺസ് നോക്കുമ്പോൾ അറൗണ്ട് 6.37% തന്നിട്ടുണ്ട്. സോ ട്രിവേണി ടർബൈനിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? സ്റ്റോക്ക് സ്പെസിഫിക് ത്രിവേണിയിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ നിഫ്റ്റി 50യുടെയും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു വ്യൂ ആദ്യം തന്നെ നൽകാം. നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു ഷാർപ്പ് റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ്നെസ്സിൽ നിന്നും ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടില്ല. ബട്ട് ദർസ് എ നൈസ് ബുള്ളിഷ് സെറ്റപ്പ് ആൻഡ് നല്ലൊരു ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിനായിട്ട്. നമ്മൾ വരുന്ന 3 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 24,550 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ നിഫ്റ്റി 50യിൽ വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇന്നലെ ഒരു ക്ലോസിംഗ് നമുക്ക് കിട്ടിയത്.
നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 53,100 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 53,900 പോയിന്റിലും ആയിരിക്കും. ആൻഡ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ച HDFC ബാങ്കിന്റെ കേസിൽ വി സോ ന്യൂ ഓൾ ടൈം ഹൈ. അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ വളരെ സ്ട്രോങ് ഒരു ക്ലോസ് ആയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ അടുത്ത മേജർ ഒരു റെസിസ്റ്റൻസ് 865 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. നൗ കമ്മിങ് ടു റിവൈനി ടർബൈൻസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട് റിവൈനി ടർബൈൻസിൽ. ആൻഡ് കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറ്റ് ഈസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കറക്ഷൻ ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് ത്രിവേണി ടർബൈൻസിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 700 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 762, അതിനുശേഷം 780, അതിനുശേഷം 850. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് സിഗാച്ചി ഇൻഡസ്ട്രീസ്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൌണ്ട് 53 റുപ്പീസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു 1.28% ഒരു നെഗറ്റീവ് അണ്ടർടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു വീക്ക്ലി റിട്ടേൺസിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1 വീക്ക് കൊണ്ട് തന്നെ അറൌണ്ട് 10.12% ഒരു പോസിറ്റീവ് റിട്ടേൺസ് സിഗാച്ചി ഇൻഡസ്ട്രീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സിഗാച്ചിയുടെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് വോള്യൂം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഏകദേശം ഒരു 2 വർഷം ആകുന്നേ ഉള്ളൂ. നിലവിൽ ഇതിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 51 രൂപയിൽ ഫോം ചെയ്തും വരുന്നുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു കറക്ഷൻ ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 57, അതിനുശേഷം 61 രൂപ. 61ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. യെസ്. അടുത്തൊരു മേജർ സ്റ്റോക്കാണ് SCI അഥവാ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൌണ്ട് 237 റുപ്പീസിനാണ് ട്രേഡ് ചെയ്യുന്നത്. 1.42% വളരെ നല്ലൊരു മുന്നേറ്റം ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 242 രൂപയിൽ നമ്മൾ ഒരു ട്രിഗർ കാണാൻ സാധിക്കുന്നു. ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 280 രൂപയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് എൻ്റെ ഇടയ്ക്ക് ഷിപ്പിംഗ് കോർപ്പറേഷനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഒരു സിസ്റ്റർ കൺസേൺ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് എ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സ് എന്ന് പറയും. ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സിന് ഷിപ്പ് ബിൽഡിംഗ് അല്ല, അല്ലെങ്കിൽ ഷിപ്പിംഗ് മേഖലയിൽ അല്ല അതിന്റെ ബിസിനസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഭാരത് എർത്ത് മൂവേഴ്സിന്റെ കേസിലും അതിന്റെ ലാൻഡ് പാർസൽസ് തനിയെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയിലോട്ട് മാറ്റിയിരുന്നു. ആൻഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സിന്റെ കേസിൽ നമുക്ക് വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സിന്റെ കേസിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 73 രൂപയായിരിക്കും. 73ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. 73ന് ശേഷം അടുത്ത മേജർ റെസിസ്റ്റൻസ് 75, അതിനുശേഷം 78, അതിനുശേഷം 81. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്. നമ്മൾ ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ അറൌണ്ട് 0.27% ഒരു പോസിറ്റീവ് മുന്നേറ്റമാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് തന്നേക്കുന്നത്. ഒരു ലാസ്റ്റ് വീക്കായിട്ട് വളരെ നല്ല പെർഫോമിംഗ് ആണ് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സും മറ്റ് പല FMCG സ്റ്റോക്സിൽ നമുക്ക് തിരിച്ചു ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും നിലവിൽ ഗോദ്രേജ് CPയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് താമസിക്കാതെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും.
നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1240. 1240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1770, അതിനുശേഷം 1300, 1330. 1330 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. യെസ് സർ. അടുത്തൊരു മേജർ സ്റ്റോക്കാണ് IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോപ്പ്. IRFC നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 148 രൂപയിലാണ് IRFC ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇന്നലത്തെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ അറൗണ്ട് 0.62% മുന്നേറ്റം IRFCയിൽ ഉണ്ടായിരുന്നു. നമ്മൾ IRFCയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IRFCയുടെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സി എ ട്രെൻഡ് റിവേഴ്സൽ. നമ്മൾ ഈവൻ ഫോർ ഷോർട്ട് ടേം ട്രേഡിംഗ് പർപ്പസ് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. ഇതിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 151 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 155, പിന്നീട് 158, അതിനുശേഷം 163. 163 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്ക് വളരെ ഒരു സേഫ് സോണിലോട്ട് എത്തൂ. യെസ്. അടുത്തൊരു മേജർ സ്റ്റോക്കാണ് LIC. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് ഒരു -1.43% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് LIC തന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 969 റുപ്പീസിനാണ്. നമ്മൾ ഇനി LIC ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? LICയുടെ കേസിൽ സ്റ്റാർട്ടിംഗ് വിത്ത് ഡിസ്ക്ലോഷർ, പേഴ്സണലി എനിക്കൊരു ലോങ് പൊസിഷൻ LICയിലുണ്ട്. ആൻഡ് LICയുടെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. LICയുടെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് നല്ലൊരു റിക്കവറി മൂവ്മെന്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക ആദ്യത്തെ ഒരു സപ്പോർട്ട് 940. അറ്റ് ദിസ് സ്റ്റേജ് എനിക്ക് തോന്നുന്നില്ല 940 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1000 രൂപ. 1000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1030, അതിനുശേഷം 1060 രൂപയാണ്. യെസ് സർ. LICയുടെ തന്നെ ഏകദേശം ഒരു സെയിം ചാർട്ട് സ്ട്രക്ചർ ഉള്ള മറ്റൊരു സ്റ്റോക്കാണ് ഹഡ്കോ. ഹഡ്കോ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് 1.3% ഒരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നേക്കുന്നത്. ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 235 റുപ്പീസിനാണ്. ആൻഡ് വീക്ക്ലി റിട്ടേണിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ അറൗണ്ട് 8.19% ഒരു പോസിറ്റീവ് റിട്ടേൺ നമുക്ക് ഹഡ്കോയിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ ഹഡ്കോയിൽ ഇനി മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഹഡ്കോയുടെ കേസിലും ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പേഴ്സണലി ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ എന്റെ കൈവശമുണ്ട്. ആൻഡ് ഹഡ്കോയുടെ കേസിലും അത് പറഞ്ഞ വളരെ ശരിയാ. LICയെ പോലെ തന്നെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു സ്റ്റോക്ക് 220 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു കറക്ഷൻ നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 248, അതിനുശേഷം 260, 270, 280. യെസ് സർ. നമുക്ക് എന്തായാലും ഇനി ഓഡിയൻസിന്റെ ക്വയറീസിലേക്ക് പോവാം. മിസ്റ്റർ ജയരാജ് ചോദിച്ചേക്കുന്ന ബജാജ് ഹൗസിംഗ് ഫൈനാൻസിനെ പറ്റിയാണ്. വളരെ റീസെന്റ് ആയിട്ടാണ് IPO വന്നത്. അറൗണ്ട് 16 സെപ്റ്റംബറിലാണ് ടെർമിനലിലേക്ക് സ്റ്റോക്ക് വന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 136 റുപ്പീസിനാണ്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് ഒരു 1.36%-ന്റെ ഒരു നല്ലൊരു മുന്നേറ്റത്തോടു കൂടിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബജാജ് ഹൗസിംഗ് ഫൈനാൻസിന് സാറിന്റെ ഒരു വ്യൂ എന്താണ് ഇനി? ബജാജ് ഹൗസിംഗ് ഫിനാൻസ് മറ്റ് പല IPO സ്റ്റോക്സിനോടൊപ്പം തന്നെ ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു ബജാജ് ഹൗസിംഗ്. ബട്ട് ബജാജ് ഹൗസിംഗിന്റെ കേസിൽ നമുക്ക് നല്ല ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കറന്റ് കറക്ഷൻ നമുക്കൊരു ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കാം. കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 130 രൂപ. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 141, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് 145, 150, 155. യെസ്. മിസ്റ്റർ രാജേഷ് എന്നൊരു പ്രേക്ഷകൻ ടെക്സ്മാക്കോ പറ്റി ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് ഒരു വളരെ ന്യൂട്രൽ ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അറൗണ്ട് ഒരു 0% തന്നെ ടെക്സ്മാക്കോ ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് വീക്ക്ലി റിട്ടേൺസിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ വീക്ക്ലി റിട്ടേൺസ് ടെക്സ്മാക്കോ തന്നേക്കുന്ന അറൗണ്ട് 7.34%-ന്റെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വീക്ക്ലി റിട്ടേൺസ് തന്നിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് ടെക്സ്മാക്കോ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്?
ടെക്സ്മാർക്കയുടെ കേസിലും നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 മാസം നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ നടന്നത്. ആൻഡ് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ലോങ് പൊസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 200 രൂപയിലായിരിക്കണം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 227 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 237, അതിനുശേഷം 250 രൂപ. യെസ്. മിസ്റ്റർ ജിജി എന്നൊരു പ്രേക്ഷക നിലവിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കുറച്ചധികം ട്രേഡിംഗ് സെഷനിൽ വളരെ നല്ല സെൽ ഓഫ് തന്നൊരു സ്റ്റോക്കാണ് ബ്രിട്ടാനിയ. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് ഒരു 2.35 റുപ്പീസിൻ്റെ ഒരു മൈനർ മുന്നേറ്റമാണ് സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് വീക്ക്ലി റിട്ടേൺസിലേക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു പോസിറ്റീവ് 0.12% ഒരു പോസിറ്റീവ് റിട്ടേൺസ് ആണ് ബ്രിട്ടാനിയ തന്നേക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിൽ സാറിന് ടേക്ക് എന്താണ്? ബ്രിട്ടാനിയയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വീക്ക് ആൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഹൈലി ഒരു ഓവർസോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്കൊരു ഷോർട്ട് കവറിംഗ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ബട്ട് നമ്മൾ ഈ ഒരു ഷോർട്ട് കവറിംഗ് നമ്മളൊരു ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. ബിക്കോസ് റിസ്ക് ഇസ് വെരി വെരി ഹൈ. ഈ സ്റ്റോക്കിൽ നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 5500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ്. മറ്റൊന്നൊരു ക്വയറിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 4518 റുപ്പീസിലാണ്. ഈ ഒരു ഷെയറിൽ ഇനി അങ്ങോട്ട് നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? സോ ഹാലിന്റെ കേസിലും ഒരു ഡിസ്ക്ലോഷർ, ഐ ഹവ് ഓൾറെഡി ഗോട്ട് എ ലോങ് പൊസിഷൻ. ആൻഡ് ഹാലിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കണ്ട ഒരു മേജർ ബോട്ടം ലെവൽ വരെ വീണ്ടും എത്തിയിരുന്നു കഴിഞ്ഞ മാസം. ആൻഡ് ഈ സ്റ്റോക്കിന് മേജർ ഒരു സപ്പോർട്ട് കാണുന്നത് 3920 രൂപയിൽ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യും. നമുക്ക് തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 4670 രൂപ. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 4900 ആൻഡ് അതിനുശേഷം 5200 രൂപ. 5200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. യെസ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഐ ടി സെക്ടറിലെ വൺ ഓഫ് ദ മേജർ ഹെവി വെയ്റ്റ്സ് ആയ വിപ്രോയെ കുറിച്ചാണ് മിസ്സിസ് നികിത ചോദിച്ചിട്ടുള്ളത്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 291 റുപ്പീസിനാണ്. വിപ്രോയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? വിപ്രോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ ബെയറിഷായി തന്നെ തുടരുന്നു. ഈ കമ്പനിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ബോണസ് ഇഷ്യൂ നൽകിയിരുന്നു. ബട്ട് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. യെസ്. മറ്റൊരു സ്റ്റോക്കാണ് PCBL. PCBL എന്ന് പറയുന്ന ഷെയർ ലാസ്റ്റ് ട്രേഡ് സെഷനിൽ അറൗണ്ട് ഒരു 1% പോസിറ്റീവ് മുന്നേറ്റം PCBL ഉണ്ടായിരുന്നു. ആൻഡ് ഒരു നല്ലൊരു സെൽ ഓഫിന് ശേഷം ഒരു ചെറിയൊരു പോസിറ്റീവ് ടോണിലാണ് ലാസ്റ്റ് ട്രേഡ് സെഷനിൽ അവസാനിച്ചത്. അറൗണ്ട് 4 രൂപ കയറിയാണ് PCBL അവസാനിച്ചത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറൗണ്ട് 440 റുപ്പീസിനാണ്. ആൻഡ് വീക്ക്ലി റിട്ടേണിലേക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 11% ഒരു വളരെ നല്ല പോസിറ്റീവ് മുന്നേറ്റം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ PCBL നമുക്ക് ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? PCBLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 462 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ 462ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 500, അതിനുശേഷം 520 രൂപയിൽ കാണാൻ സാധിക്കും. യെസ്. അടുത്തൊരു സ്റ്റോക്കാണ് നേരത്തെ റീസെന്റ് വന്ന IPO തന്നെ, ടാറ്റ ടെക്നോളജീസ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൗണ്ട് 0.80% ഒരു പോസിറ്റീവ് മുന്നേറ്റം നടന്ന ടാറ്റ ടെക്നോളജീസ് ക്ലോസ് ചെയ്തത് അറൗണ്ട് 7 റുപ്പീസ്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 956 റുപ്പീസിനാണ്. സോ ടാറ്റ ടെക്നോളജീസ് സാറിനൊരു ടേക്ക് എന്താണ്? ടാറ്റ ടെക്കിന്റെ കേസിലും ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ പേഴ്സണലി ഓൾറെഡി ഹാവ് എ ലോങ് പൊസിഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെക്നോളജി. ആൻഡ് ടാറ്റ ടെക്നോളജിയിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ആ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് 931 രൂപയിലാണ്. സോ ആ ലെവല് തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് റിസ്കി ട്രേഡ്. എന്തെന്നാൽ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1050 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
1050 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ അതിന് ശേഷമുള്ള പിന്നീട് ഒരു മേജർ റെസിസ്റ്റൻസ് 1110, അതിനുശേഷം 1160, 1240. 1240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. യെസ്. അടുത്തൊരു സ്റ്റോക്ക് ഒരാൾ ചോദിച്ചേക്കുന്നതാണ് മാപ്പ് മൈ ഇന്ത്യ അഥവാ സിഇ ഇൻഫോസിസ്റ്റംസ് ലിമിറ്റഡ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൌണ്ട് 151 റുപ്പീസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ സെൽ ഓഫ് നടന്നത്. അതായത് അറൌണ്ട് ഒരു 8.95%, ഒരു നെഗറ്റീവ് 8.95% നെഗറ്റീവ് റിട്ടേൺസ് ആണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ ഒരു ഷെയർ തന്നേക്കുന്നത്. സോ മാപ്പ് മൈ ഇന്ത്യയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? മാപ്പ് മൈ ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് തുടരുന്നത്. ഈ സ്റ്റോക്കില് വളരെ മേജർ ഒരു സപ്പോർട്ട് 1600 രൂപയിലായിരുന്നു. ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ദ ലോങ് പൊസിഷൻ. നമ്മൾ ആ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ വളരെ റിസ്കി ആയിരിക്കും. കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് ലെവൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു പ്രേക്ഷകർ ചോദിച്ചത് IRCTCയെ പറ്റിയാണ്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 831 റുപ്പീസിനാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൌണ്ട് ഒരു 2% പോസിറ്റീവ് റിട്ടേൺ IRCTC തന്നിട്ടുണ്ട്. സോ IRCTC നമുക്ക് ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇന്ന് നേരത്തെ ടെക്സ്മാക്കോ റെയിലിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ IRFCയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 4-5 മാസത്തിനിടെ വലിയൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും തൽക്കാലമെങ്കിലും വി ഹാവ് സീൻ ദ ബോട്ടം. ബട്ട് IRCTCയുടെ കേസിലും നമുക്ക് ഇതുവരെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഫൈനാൻഷ്യൽസിലൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് കാണുന്ന 842 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഒരു റെസിസ്റ്റൻസ് 880, പിന്നീട് 920, അതിനുശേഷം 960. 960ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീൽ ലാസ്റ്റ് ഡേ ഒരു ന്യൂട്രൽ സ്റ്റാൻസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വീക്ക്ലി റിട്ടേൺ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു ഒരു മൈനർ റിട്ടേൺസ് തന്നേക്കുന്നത്. 1.61% ഒരു മൈനർ റിട്ടേൺസ് ആണ് ടാറ്റ സ്റ്റീൽ തന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്ന 146 റുപ്പീസിനാണ്. സോ ടാറ്റ സ്റ്റീൽ സാറിന് ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 145 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ചാർട്ടിലേക്ക് നമ്മൾ നോക്കുക. ടാറ്റ മോട്ടോഴ്സ് ലാസ്റ്റ് ട്രേഡ് സെഷനിൽ അറൌണ്ട് 1.42% ഒരു പോസിറ്റീവ് ടോണിലാണ് ടാറ്റ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഒരു 11 രൂപയുടെ മുന്നേറ്റത്തോടു കൂടി. ആൻഡ് വീക്ക്ലി റിട്ടേൺസ് പരിശോധിക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു ന്യൂട്രൽ റിട്ടേൺസ് ആണ്, അറൌണ്ട് ഒരു 0.51%. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 801 റുപ്പീസിനാണ്. സോ ടാറ്റ മോട്ടോഴ്സിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് ഈ കറന്റ് ലെവൽസിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഹേർഡിൽ എന്ന് പറയുന്ന 840-840 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരുപക്ഷെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ തന്നെ കാണാൻ സാധിക്കും. സോ കറന്റ് ലെവൽസിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹൈലി റിസ്കി ട്രേഡ്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 760 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ടാറ്റ മോട്ടോറിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എനിക്ക് ടാറ്റ മോട്ടോറിനേക്കാൾ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് അറ്റ് ദിസ് പോയിന്റ് ഇസ് അശോക് ലെലൻഡ്. അശോക് ലെലൻഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് നല്ലൊരു ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അശോക് ലെലൻഡിന്റെ അടുത്ത മേജർ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 238 രൂപ. എനിക്ക് തോന്നുന്നത് ആ ഒരു റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 250 രൂപ. മറ്റൊരു ഓട്ടോമൊബൈൽ സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നല്ലൊരു റിക്കവറി ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്.
ഇന്നലത്തെ ട്രേഡിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിങ്ങും വീണ്ടും കാണാനും സാധിക്കുന്നുണ്ട്. നമ്മൾ ഹിൻഡായുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് 1780. ആ ഒരു സപ്പോർട്ട് വരുന്ന 3-4 ട്രേഡിംഗ് സെഷൻസിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി വിൽ സി എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. യെസ് സർ. മറ്റൊരു ഓട്ടോ സെക്ടർ തന്നെ ഒരു ഭീമനാണ് മഹേന്ദ്ര. നിലവിൽ ട്രേഡ് ചെയ്യുന്ന അറൌണ്ട് 3027 റുപ്പീസിനാണ്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒരു വോളട്ടൈൽ ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻസിലാണ് മഹേന്ദ്ര ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് വീക്ക്ലി റിട്ടേൺസിലേക്ക് നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 0.86% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് മഹേന്ദ്ര തന്നേക്കുന്നത്. സോ ഈ ഒരു ഷെയറിൽ സാറിന് ഒരു ടേക്ക് എന്താണ്? എൻഎൻഡബ്ലിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 3100 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 3100ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. യെസ് സർ. അവസാനമായി ആസ്റ്റർ DM എന്ന് പറയുന്ന ഒരു ഷെയർ ആണ് സർ. ആസ്റ്റർ DM ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അറൌണ്ട് 2.51% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ആസ്റ്റർ DM തന്നേക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 17% ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നമുക്ക് ആസ്റ്റർ DMൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ അറൌണ്ട് 9% ആണ് വീക്ക്ലി റിട്ടേൺ. സോ ആസ്റ്റർ DMൽ സാറിന്റെ ടേക്ക് എന്താണ്? ആസ്റ്റർ ഡിഎമ്മിന്റെ കേസിൽ നമ്മൾ മറക്കാതെ ഇരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇസ് എ മാനേജ്മെന്റ് ചേഞ്ച്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന പ്രൈവറ്റ് ഈക്വിറ്റി ഫേം ഇതിലൊരു വലിയൊരു സ്റ്റേക്ക് എടുക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. അതിന്റെ അനൗൺസ്മെന്റിനെ തുടർന്ന് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുമുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 470 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ലോ റിസ്ക് ആയിട്ട് കറന്റ് ലെവൽസിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് ഇത്രയും അനാലിസിസും ഇത്രയും സമയം ചെലവഴിച്ചതിന് നമുക്ക് ഇനിയും കൂടുതൽ ക്വയറീസ് ഉണ്ട്. സോ നമുക്ക് ബാക്കിയുള്ള ക്വയറീസും കൂടുതൽ മാർക്കറ്റ് അനാലിസിസും മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി നാളെ മോർണിംഗ് 8:30 മാർക്കറ്റ് ബസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.